പമ്പാ തീരത്തും ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന ശബരിമലയിലെ പുണ്യ സന്നിധിയിൽ ഒരിക്കൽ അപ്രതീക്ഷിതമായി ഒരു നിഴൽ വീണു. ആ നിഴൽ മറ്റാരുടെയുമല്ലായിരുന്നു, കർമ്മഫലങ്ങളുടെ അധിപനായ ശ്രീ ശനീശ്വരന്റേതായിരുന്നു. വളരെ കാലമായി അയ്യപ്പസ്വാമിയുടെ ഒരു ഭക്തന്റെ മേൽ ഏഴര ശനി ദശ തുടങ്ങിയിരിക്കുന്നു. ആ ഭക്തന്റെ കർമ്മഫലം നൽകാനായി ശനിദേവൻ മുന്നോട്ട് വന്നപ്പോൾ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന പടിവാതിലിൽ സാക്ഷാൽ അയ്യപ്പൻ തന്നെ അദ്ദേഹത്തിന് കുറുകെ നിന്നു. ശനിദേവൻ അത്ഭുതത്തോടെ അയ്യപ്പനെ നോക്കി. ശ്രീ ധർമ്മശാസ്താവ് ശാന്തമായ സ്വരത്തിൽ ശനിദേവനോട് ചോദിച്ചു, അല്ലയോ ശനീശ്വര, എന്റെ ഭക്തരുടെ പടിവാതിക്കൽ എന്തിനങ്ങ് വന്നു? എന്തിനാണ് അങ്ങ് അവരെ ദുരിതത്തിലാഴ്ത്താൻ ഒരുങ്ങുന്നത്? ശനിദേവൻ കൈകൂപ്പി തികഞ്ഞ വിനയത്തോടെ എന്നാൽ ദൃഢമായ ഭാവത്തോടെ മറുപടി നൽകി, ധർമ്മശാസ്താവേ, എന്റെ ധർമ്മം ഞാൻ നിറവേറ്റുകയുള്ളൂ. ഭൂമിയിലെ ഓരോ ജീവനും അവരുടെ കർമ്മഫലം അനുഭവിച്ചേ മതിയാകൂ. ഏഴര ശനി കാലം വരുമ്പോൾ രാജാവിനെ പോലെ ഞാൻ അവരെ ബാധിക്കും. അവർ ചെയ്ത പാപങ്ങൾക്ക് കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങളിലൂടെ ഞാൻ അവർക്ക് വിധിപ്രകാരം ഫലം നൽകും. ശനിദേവന്റെ വാക്കുകൾ കേട്ട അയ്യപ്പസ്വാമി ഒന്ന് പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന്റെ ആ പുഞ്ചിരിയിൽ കാരുണ്യത്തിന്റെയും ഭക്തവാത്സല്യത്തിന്റെയും പ്രഭയുണ്ടായിരുന്നു. തുടർന്ന് ശനിദേവനോട് അയ്യപ്പസ്വാമി പറഞ്ഞു, ശനിദേവ, അങ്ങയുടെ ധർമ്മം അങ്ങ് നിറവേറ്റുക തന്നെ വേണം. എന്നാൽ ഇന്നു മുതൽ എന്റെ ഭക്തരുടെ കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഞാൻ വെക്കുകയാണ്. അങ്ങ് അവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാലത്തെ ശിക്ഷകൾ എന്നോട് പറയുക. ഞാൻ എന്റെ ഭക്തർക്ക് ഒരു മണ്ഡലകാലത്തിൽ വ്രതമായി നൽകാം. ശനിദേവന് അത്ഭുതമായി. കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങൾ വെറും 41 ദിവസം കൊണ്ട് എങ്ങനെ അനുഭവിച്ചു തീർക്കാൻ കഴിയും? അവിശ്വാസത്തോടെ അദ്ദേഹം ചോദിച്ചു, ധർമ്മശാസ്താവേ, ഇതെങ്ങനെ സാധ്യമാകും? അത്രയും വലിയ കഷ്ടപ്പാടുകൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കും? ഇത് കേട്ട അയ്യപ്പസ്വാമി ശനിദേവനോട് മണ്ഡലകാല വ്രതത്തിന്റെ യഥാർത്ഥ മഹാത്മ്യം വെളിപ്പെടുത്തി. ശനിദേവ, എന്റെ ഭക്തരെ നോക്കൂ. അങ്ങ് നൽകാൻ ഉദ്ദേശിക്കുന്ന ദുരിതങ്ങളെല്ലാം അവർ ഈ 41 ദിവസങ്ങൾ കൊണ്ട് സ്വയം ഏറ്റെടുക്കുകയാണ്. ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് തൃപ്തിയടയും. വെറും തറയിലോ പായയിലോ കിടന്നുറങ്ങും. സുഖസൗകര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കും. കഠിനമായ ബ്രഹ്മചര്യവ്രതം പാലിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും. താടിയും മുടിയും വടിച്ച് മോടി കാണിക്കാതെ ലളിതമായ വേഷം ധരിച്ച് അഹങ്കാരം വെടിഞ്ഞു വരും. അങ്ങക്കിഷ്ടപ്പെട്ട കറുപ്പ് വസ്ത്രം ധരിച്ച് അവർ ലൗകിക ചിന്തകൾക്ക് വിട നൽകുന്നു. ആ കറുത്ത വസ്ത്രം ഭക്തിയുടെ നിഴലായും പരിത്യാഗത്തിന്റെ അടയാളമായും അവർക്ക് മാറുന്നു. കാടുകളും മലകളും കടന്ന് പാദരക്ഷകൾ പോലും ഉപയോഗിക്കാതെ നമ്മെ ദർശിക്കാൻ വരും. അതിരാവിലെയും വൈകുന്നേരവും തണുത്ത ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹസുഖം ഉപേക്ഷിക്കുന്നു. സുഖദുഃഖങ്ങളിൽ പങ്കുചേരാതെ എല്ലായിടത്തും സ്വാമി എന്ന് വിളികേട്ട് ഈശ്വര തുല്യരായി ജീവിക്കുന്നു. നോക്കൂ ശനിദേവ, 7.5 വർഷം കൊണ്ട് അങ്ങ് പതിയെ നൽകാൻ ഉദ്ദേശിച്ച എല്ലാ കഷ്ടപ്പാടുകളും അവർ ഈ 41 ദിവസങ്ങൾ കൊണ്ട് തീവ്രമായി അനുഭവിച്ച് തീർക്കുകയല്ലേ? ഈ വ്രതത്തിലൂടെ അവരുടെ കർമ്മഫലങ്ങളെല്ലാം അവർ ദഹിപ്പിക്കുകയാണ്. ശാസ്താവിന്റെ ഈ വാക്കുകൾ കേട്ട് ശനീശ്വരൻ സന്തുഷ്ടനായി. തുടർന്ന് ശനിദേവൻ അയ്യപ്പസ്വാമിയുടെ മുൻപിൽ കൈകൂപ്പി ഇങ്ങനെ പറഞ്ഞു, ഈ വ്രതം സത്യസന്ധമായും ശ്രദ്ധയോടെയും മണ്ഡലവ്രതം അനുഷ്ഠിക്കുന്നവരുടെ മേൽ എന്റെ ദൃഷ്ടി പതിപ്പിക്കുകയില്ല. പകരം ഞാൻ അവരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കും. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നേടിയ ഭക്തർക്ക് ശനിദോഷത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു. ഇന്നും ആ 41 ദിവസത്തെ മണ്ഡലവ്രതം ഓരോ അയ്യപ്പ ഭക്തനും കർമ്മശുദ്ധീകരണത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കാലമായി തുടരുന്നു. സ്വാമിയെ ശരണമയ്യപ്പ.